പത്മാസ് ടച്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന, കേൾക്കാൻ കൊതിക്കുന്ന ഒരു വിഷയമാണ് ലവ്. അതിഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ ലവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്നത്. അതിൽ ഈ ലവ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ലവ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലാണ്. ഒരു 22-24 വർഷം ഒരു വീട്ടിൽ ജനിച്ച് വളരുന്ന ഒരു പെൺകുട്ടിയെ ഒരു 28-30 വയസ്സുള്ള ഒരു പുരുഷൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവർ വിവാഹിതരാകുമ്പോൾ, ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പം 24 വർഷങ്ങൾ കൂടി അവർ കൂടെ കൊണ്ടുവരികയാണ്. ഒരു 28 വയസ്സുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വ്യക്തിയുടെ 28 വർഷങ്ങളെ കൂടി വിവാഹം കഴിക്കുകയാണ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. മനസ്സിലാക്കൽ തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. ഈ മനസ്സിലാക്കലിൽ നിന്നാണ് സ്നേഹമുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും നമ്മൾ പരസ്പരം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? ഇതാണ് മനസ്സിലാക്കൽ. വേറൊരു വീട്ടിലെ കൾച്ചർ, വേറൊരു വീട്ടിലെ അവരുടെ താല്പര്യങ്ങൾ വേറെ, അവരുടെ ആഹാര രീതികൾ വേറെ, അവരുടെ ആഗ്രഹങ്ങൾ വേറെ, അവരുടെ വീട്ടിലെ പെരുമാറ്റ രീതികൾ വേറെ. ഇങ്ങനെ അത് രണ്ട് കൂട്ടരുടെയും വേറെ വേറെയാണ്. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ രാവിലെ എണീറ്റ് അമ്മയ്ക്ക് ചായ ഇട്ട് കൊണ്ട് കൊടുക്കും, ഞങ്ങൾക്കെല്ലാം തരും. അതിനുശേഷമാണ് അമ്മ എണീക്കുന്നത്. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി എല്ലാ ജോലികളും ചെയ്യും. ഇത് പ്രതീക്ഷിച്ച് വരുന്ന മറ്റൊരു വീട്ടിൽ അമ്മ അച്ഛൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയ ഒരു അമ്മയെ കണ്ടു വളർന്നൊരു മകൻ. ആ മകൻ പ്രതീക്ഷിക്കുന്നത് അമ്മയെപ്പോലൊരു ഭാര്യ. ഈ വന്ന പെൺകുട്ടി പ്രതീക്ഷിക്കുന്നത് അവളുടെ അച്ഛനെ പോലൊരു ഭർത്താവ്. ഇത് അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഇത് പ്രതീക്ഷകൾ മാത്രമാണ്. പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിനെ മുന്നിൽ കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പോകണം എന്ന് പറഞ്ഞാൽ പരസ്പരം അവർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ ആഗ്രഹങ്ങളും ദേ നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു വിചാരം പെൺകുട്ടിക്കും, അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് ചില അവകാശങ്ങളുണ്ടെന്നും അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ടെന്നും അത് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടേതാക്കി മാറ്റാൻ പറ്റണം എന്നുള്ള വാശിയും ആൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ തുടങ്ങുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പരസ്പരം ഉള്ള ട്രസ്റ്റ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കാം, എൻ്റെ കൂടെ നിൽക്കും, എന്നെ മനസ്സിലാക്കും. എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിൽ വരുന്ന പല ആളുകളുടെയും പ്രശ്നം, ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഭർത്താവിനോട് ചോദിക്കുമ്പം, ഞാൻ ഇങ്ങനെ ഇവളുടെ പുറകെ നടന്ന് സ്നേഹിക്കുന്നതൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും കണ്ടിട്ടില്ല, അവളുടെ വീട് ഒരു പ്രത്യേക വീടാണെന്നാണ് പറയുന്നത്. ആണല്ലോ, ഒരു പെൺകുട്ടിയുടെ വീട് പ്രത്യേക വീടും ആൺകുട്ടിയുടെ വീട് പ്രത്യേക വീടുമാണ്. ഇപ്പോൾ വിവാഹമോചനങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ വീട്ടിലെ ഫുഡുമായിട്ട് എനിക്ക് യോജിച്ചു പോകാൻ വയ്യ. ഈ ഫുഡിൽ പോലും അഭിരുചികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ യഥാർത്ഥ ഒരു ലവ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വരേണ്ടത്? പരസ്പരം രണ്ട് പേരും രണ്ട് തരക്കാരാണെന്നും രണ്ട് വ്യത്യസ്തരായി ചിന്തിക്കുന്നവരാണെന്നും അവർക്ക് അവരുടേതായ മോഹങ്ങളും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടെന്നും പരസ്പരം മനസ്സിലാക്കുക. എന്നിട്ടോ നമ്മൾ കുറച്ച് ഈ അണ്ടർസ്റ്റാൻഡിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് മനസ്സിലാക്കലിൽ നിന്നാണ്. മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്ക് സ്നേഹം വരും. സ്നേഹത്തിൽ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത്, ട്രസ്റ്റ് വരുന്നത്. ഇതെല്ലാം വളരെ സ്ലോ പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും നടക്കുന്നത്, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ഒരൊറ്റടിക്ക് മാറ്റുക, അല്ലെങ്കിൽ പുരുഷനെ അവൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി പെൺകുട്ടിയുടെ രീതിക്കനുസരിച്ച് കൊണ്ടുവരിക. ഇത് രണ്ടുപേരും നിർത്തിയാൽ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറയുന്നത് പോലെ, പെൺകുട്ടികളും കുറച്ച് ഇങ്ങോട്ട് നടക്കണം, ആൺകുട്ടികളും കുറച്ച് അങ്ങോട്ട് നടക്കണം. രണ്ടുപേരും നടന്ന്
നടുക്ക് വരുമ്പോൾ അവരിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യും. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒറ്റയടിക്ക് ഉണ്ടാക്കേണ്ടതല്ല, നമ്മൾ പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേരും ഇതിനായിട്ട് മനസ്സ് വെച്ചാൽ നടക്കാത്തതല്ല ഇത്. അതിനു വേണ്ടിയായിരിക്കണം ഈ പുതുതായിട്ട് വിവാഹം കഴിക്കുന്ന കുട്ടികൾ ആഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും.